ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ഡിയോ DLX വേരിയൻ്റ് ആണ്. 2025 വന്നപ്പോൾ അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ഈ വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2025 എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഡിയോ DLX വേരിയൻറ്റിന് 2024 നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ചേഞ്ചസ് ഈ വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ഒരു DRL വന്നിരിക്കുന്നു. അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഈ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം പഴയ വാഹനത്തിൽ സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ബേസിക് ആക്സസറി കിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു ഗാർഡ് കാര്യങ്ങൾ. അതിനകത്ത് ഡിയോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഹെഡ്ലൈറ്റ് കാണാം. LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഹാലജനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നടുക്കെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കളർ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്തായാലും നല്ല ഒരു ലുക്ക് തരുന്ന ഒരു കളറാണ്. ഇവിടെ നമുക്ക് ഹോണ്ട എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഈ വശങ്ങളിലും കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു എയർ സ്കൂപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിനെല്ലാം ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വശങ്ങളിലായിട്ട് നമുക്ക് ഒരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഇതിൽ നമ്മളുടെ ആക്റ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിയോയ്ക്കുള്ള മേജർ ഡിഫറൻസ്, ഡിയോയിൽ വരുന്ന എല്ലാം ഫൈബർ ബോഡി പാർട്സുകളാണ്. ഈ ബോഡി പാർട്സ് ആണെങ്കിലും മഡ്ഗാർഡ് ആണെങ്കിലും കംപ്ലീറ്റ് ഫൈബർ ബോഡി പാർട്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇപ്പോൾ 2025 വന്നിരിക്കുന്ന വേറൊരു ഡിഫറൻ്റ് ആണ്. ഈ വാഹനത്തിൽ അലോയ് വീല് കൊടുത്തിരിക്കുന്നു. 12 ഇഞ്ച് വീലുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. 90R12 ആണ് ടയർ സൈസ് വരുന്നത്. 1 ടൺ വാഹനങ്ങളിലെല്ലാം ഹോണ്ട കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാണ്ട് ഡിസ്ക് ബ്രേക്കോ അതല്ല ABS പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ ഡിയോയിലാണെങ്കിലും നമ്മൾ മുമ്പ് ചെയ്ത ആക്റ്റീവ 1 ടണ്ണിലാണെങ്കിലും കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രാവലുള്ള ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഇതിനകത്തൊരു ഫ്ലോർ മാറ്റ് ഇത് ആക്സസറീഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ഹുക്ക് കാണാം. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാവരെയും ചോദ്യമാണ്, നമ്മൾ ആക്റ്റീവിൽ പറഞ്ഞോണം ഗ്യാസ് കുറ്റി ക്യാരി ചെയ്യാൻ പറ്റുമെന്ന്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഫ്രണ്ട് ലഗേജ് സ്പേസ് തന്നെയാണ് വരുന്നത്. ഗ്യാസ് കുറ്റിയൊക്കെ അതിനകത്ത് സിമ്പിളി നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു മാറ്റ് ബ്ലൂ കളർ എന്താണെങ്കിലും നല്ല ഒരു റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ്. ഇവിടെ ഡിയോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഈ വശങ്ങളിലാണെങ്കിലും പഴയ വാഹനമായിട്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഒരു 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇവിടെ നമുക്ക് ആ സൈലൻസറിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഗാർഡ് കൊടുത്തിരിക്കുന്നു, നമ്മുടെ കാലൊന്നും തട്ടി പൊള്ളാതിരിക്കാനായിട്ട്. അത് പഴയ ഡിയോയിൽ വന്ന ഒരു സെയിം ഫോർമാറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഫുഡ് റെസ്റ്റിന് ഒരു റബ്ബർ ഫിനിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 90/110 ഇഞ്ചിൻ്റെ സൈസാണ് ബാക്കിലെ വീലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള ടയറുകൾ എന്ന് പറയാം ഫ്രണ്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ബാക്കിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹോണ്ട എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ് കംപ്ലീറ്റ്ലി ഹാലജനായിട്ടാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. നടുക്ക് സ്റ്റോപ്പ് ലൈറ്റ് 2 വശങ്ങളായിട്ടും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഗ്രിപ്പ് കാര്യങ്ങൾ ആ ഒരു സ്പോട്ടി ഫീൽ തരുന്ന പഴയ ഡിയോയിൽ കണ്ട സെയിം രീതിയിലാണ് വരുന്നത്. നമുക്ക് ഫ്യൂവൽ ലിഡ് ഇവിടെ നിന്ന് ഇപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. 5.2 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂവൽ ലിഡിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇതിനകത്ത് വരുന്നതല്ല, അത് ഷോറൂമിൽ നിന്ന് ആക്സസൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബാക്കിലെ സസ്പെൻഷനകത്ത് ആ സ്പ്രിങ്ങിന് റെഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു സ്പോട്ടി ലുക്കൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്തിപ്പോൾ ESP ടെക്നോളജി ഹോണ്ട ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്നാണ് അതിനകത്ത് ഒരു ഫുൾ ഫോം വരുന്നത്. നമ്മുടെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റമാണ് അത് ഹോണ്ട ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് താഴെയായിട്ട് നമ്മളുടെ കിക്ക് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫുഡ് സ്റ്റെപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഈ 1 ടൺ വാഹനങ്ങൾ വരുന്നില്ല, നമ്മൾ ആക്സസറൈഡ് ചെയ്യുന്നതാണ്. സൈഡ് സ്റ്റാൻഡ് വിത്ത് എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ഫീച്ചറാണ് ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെയും നമുക്ക് ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷോട് രീതിയിലാണ് ആ പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഈ വാഹനത്തിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഗ്ലോ ബോക്സ്, എനിക്ക് തോന്നുന്നത് പഴയ വേരിയൻറ്റിൽ വരുന്നുണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു Type C ചാർജിങ് പോർട്ട് കാണാം. ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് ഹാൻഡിൽ ഗ്രിപ്പ് ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പാസിൻ്റെ ഒരു ബട്ടണും കാണാം. നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു കൺട്രോളും പാസിൻ്റെ ബട്ടണും, ഹൈ ബീം ലോ ബീം ആൻഡ് പാസിൻ്റെ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു TFT ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനുള്ള ജോയ്സ്റ്റിക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമ്മളുടെ ഹോൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഓൺ ഓഫ് ചെയ്യാനുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. TFT ഡിസ്പ്ലേക്ക് വന്നാൽ നമ്മൾ ആക്റ്റീവിലൊക്കെ കണ്ട ആ ഒരു സെയിം ഡിസ്പ്ലേ യൂണിറ്റ് തന്നെയാണ്. ഇതിനകത്ത് RPM മീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ. 110cc വാഹനങ്ങളിലെ RPM മീറ്റർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡിയോയിലും നമ്മളുടെ ആക്റ്റീവയ്ക്ക് ആയിട്ട് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്യൂലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം, ടൈം കാണാം. പിന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇതിനകത്ത് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷൻസ്, ഡിസ്പ്ലേ, ജനറൽ സർവീസിൻ്റെ ഇൻഫർമേഷൻസ് കാണാം. പിന്നെ നമുക്ക്
ട്രിപ്പ് എ ട്രിപ്പ് ബി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഫ്യൂവലിൻ്റെ ആവറേജ് ഫ്യൂവൽ, കറണ്ട്, റേഞ്ച്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്നതായിട്ടാണ് ഈ ഒരു മീറ്റർ മീൻസ് ഈ ഒരു TFT ഡിസ്പ്ലേ ഹോണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ആക്റ്റീവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിയോയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഡിയോ 110 സേഫ്റ്റി ഫീച്ചറിന് എടുത്ത് പറയത്തക്ക ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് കോമ്പി ബ്രേക്കിംഗ് വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യുമ്പോൾ എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ഫീച്ചറും അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പഴയ 110cc എഞ്ചിൻ തന്നെയാണ്. 7.84 bhp എങ്ങാണ്ടാണ് പവർ തരുന്നത്. മൈലേജിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാര്യം ഇതിനകത്തിപ്പോൾ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടും കൂടി ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് 66 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഡിയോ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞൊരു വാഹനമാണ്. ഈ വാഹനത്തിന് 102 കിലോൻ്റെ അടുത്താണ് മൊത്തം വെയിറ്റ് വരുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 58-നും 60-നും ഇടയ്ക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. 2025 ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 2024 വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു 8,000 തൊട്ട് 9,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. 2025 വാഹനങ്ങൾക്ക് 3 കൊല്ലം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററിൻ്റെ വാറണ്ടി വാഹനം എടുക്കുന്ന സമയത്തെ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് 3 കൊല്ലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ 6 കൊല്ലം അല്ലെങ്കിൽ 60,000 കിലോമീറ്ററിൻ്റെ വാറണ്ടി നമ്മൾക്ക് ലഭിക്കും. എക്സ്റ്റൻഡ് വാറണ്ടിക്ക് നിങ്ങൾ 1,100 രൂപയാണ് അഡീഷണലി പേ ചെയ്യേണ്ടത്. ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇത് DLX സെക്കൻഡ് വേരിയൻ്റ് ആണ്. 2 വേരിയൻ്റാണ് ഡിയോയ്ക്ക് വരുന്നത്, സ്റ്റാൻഡേർഡ് ആൻഡ് DLX. ഇത് DLX വേരിയൻ്റ് ആണ്. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,14,000 രൂപയാണ്. ബേസ് വേരിയൻ്റായ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,02,000 രൂപയാണ്. നമ്മളുടെ ആക്റ്റീവ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിയോയ്ക്ക് ഏകദേശം 4,000 തൊട്ട് 5,000 രൂപയുടെ കുറവാണ് ശരിക്കും ഉള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ എനിക്കിഷ്ടമുള്ളൊരു വാഹനം ഡിയോ ആണ് ആക്റ്റീവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാര്യം അത് ഫൈബർ ബോഡി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് സിറ്റി കൂടെയൊക്കെ കൊണ്ടു നടക്കാൻ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുക നമ്മളുടെ ഈ ഒരു ഡിയോയാണ്. ഈ ഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ആക്സസറി കിറ്റ് ചെയ്തിട്ടുണ്ട്. 5,370 രൂപയാണ് ഈ ഫുൾ ആക്സസറീസിന് പ്രൈസ് വരുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റീൽ ഗാർഡ് വരുന്നുണ്ട്, സീറ്റ് കവർ, ഹാൻഡിൽ ഗ്രിപ്പ്, സൈഡ് സ്റ്റാൻഡ് വിത്ത് എൻജിൻ കട്ട് ഓഫിൻ്റെ ഫീച്ചർ, ബസർ, പിന്നെ ഈ വശങ്ങളിലായിട്ടുള്ളൊരു ഹുക്ക്, ഫ്ലോർ മാറ്റ്, പിന്നെ ഫുഡ് റെസ്റ്റ്. ഇത്രയും സംഭവങ്ങൾക്ക് മൊത്തത്തിൽ വരുന്ന കോസ്റ്റാണ് 5,370 രൂപ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ 110cc ആക്റ്റീവ് ആണെങ്കിലും ഡിയോ ആണെങ്കിലും ഈ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി മേടിക്കാനായിട്ട് പറ്റും. ഇൻഡിവിജ്വലി മേടിക്കുമ്പോൾ ഇത് കൂടുതൽ പ്രൈസ് ചിലപ്പോൾ വന്നു എന്ന് വരാം. ഈ കോംബോ കിറ്റായിട്ട് മേടിക്കുന്നതായിരിക്കും എപ്പോഴും ലാഭകരമായിട്ട് വരിക. അപ്പോൾ ഇതാണ് 2025 മോഡൽ ഹോണ്ട ആക്റ്റീവ 110. ഹോണ്ട റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.